അദ്ധ്യായം 39 മന്ദാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിമനോഹരമായ ഒരു പൂമരത്തെക്കുറിച്ചാണ്, നമ്മുടെ സ്വന്തം മന്ദാരം. ശാസ്ത്രീയമായി ബൗഹീനിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെടി ഉദ്യാനങ്ങൾക്ക് ഒരു അലങ്കാരമാണ്. ഇതിന്റെ ഇരട്ട ലോബുകളുള്ള ഇലകൾ കാണാൻ ശലഭത്തിന്റെ ചിറകുകൾ പോലെയോ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ കാൽപാദം പോലെയോ തോന്നിക്കുന്നതിനാൽ ഇതിനെ ബട്ടർഫ്ലൈ ട്രീ അല്ലെങ്കിൽ ക്യാമൽസ് ഫൂട്ട് എന്നെല്ലാം വിളിച്ചു പോരുന്നു. ഇതിന്റെ പൂക്കൾക്ക് ഓർക്കിഡ് പൂക്കളോട് സാമ്യമുള്ളതുകൊണ്ട് ഓർക്കിഡ് ട്രീ എന്നും പേരുണ്ട്. പല നിറങ്ങളിലും കാണപ്പെടുന്ന മന്ദാരപ്പൂക്കൾ സുഗന്ധമുള്ളവയാണ്. മന്ദാരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം പൂർണ്ണ സൂര്യപ്രകാശമാണ്, ഫുൾ സൺ. ദിവസവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നേരിട്ടുള്ള വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് മന്ദാരം നടാൻ ശ്രദ്ധിക്കുക. ചെടിക്ക് വെള്ളം ആവശ്യമുള്ളപ്പോൾ മാത്രം നൽകുക. പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് നൽകുന്ന NPK 10-10-10 പോലുള്ള സമീകൃത വളം നൽകുന്നത് നല്ലതാണ്. കൂടുതൽ പൂക്കൾ ലഭിക്കുന്നതിനായി ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ള വളങ്ങൾ ഉപയോഗിക്കുക. മന്ദാരം പ്രധാനമായും 2 രീതിയിൽ പ്രജനനം നടത്താം: വിത്തുകൾ വഴിയും കട്ടിങ്ങുകൾ വഴിയും. ഹോങ്കോങ് ഓർക്കിഡ് ട്രീ പോലുള്ള സങ്കര ഇനങ്ങൾക്ക് കട്ടിങ്ങുകളാണ് നല്ലത്. മന്ദാരം ചെടി സാധാരണയായി വളർത്തുമൃഗങ്ങൾക്ക് സുരക്ഷിതമാണ്. എങ്കിലും സസ്യത്തിന്റെ ഏതെങ്കിലും ഭാഗം വളർത്തുമൃഗങ്ങൾ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ അത് ദഹനപ്രശ്നങ്ങളോ വയറുവേദനയോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മനോഹരമായ പൂക്കളും അതുല്യമായ ഇലകളുമുള്ള മന്ദാരം നമ്മുടെ ഉദ്യാനങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഈ ചെടിക്ക് ശരിയായ പരിപാലനം നൽകി നമുക്ക് കൂടുതൽ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Like, share and subscribe. Thank you.